Okay. അപ്പോൾ okay, fluid mechanics in the introduction ആണ് ആദ്യത്തെ സ്ലൈഡിലുള്ളത്. It is a branch of science which deals with the behavior of fluids, liquids or gases at rest as well as motion. അപ്പോൾ റെസ്റ്റിലുള്ള ലിക്വിഡ്സ് ഗ്യാസസ്, മോഷനിലുള്ള ലിക്വിഡ്സ് ഗ്യാസസ്, ഇതിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറും ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് റെസ്റ്റിലുള്ള ഫ്ലൂയിഡ്സ്, അതായത് റെസ്റ്റിലുള്ള ലിക്വിഡ്സും ഗ്യാസസും ആണെങ്കിൽ നമ്മൾ അതിന് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയും. മോഷനിലുള്ള ലിക്വിഡ്സും ഗ്യാസസും ആണെങ്കിൽ നമ്മൾ അതിന് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയും. മോഷനിലുള്ള ബിഹേവിയർ വിത്ത് പ്രഷർ ഫോഴ്സസ് ഓൾസോ കൺസിഡേർഡ്, നമ്മൾ അതിന് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിലോട്ട് പോകാം. ഇപ്പൊ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് മാസ് ഓഫ് എ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയത്തിനാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI സിസ്റ്റത്തിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, mass per unit volume of a fluid is called density. It is denoted by the symbol rho. Okay, density of liquids may be considered as constant, while that of gases changes with the variation of pressure and temperature. Pressure and temperature കൂടിയും കുറയും ചെയ്യുന്നതനുസരിച്ച് ഗ്യാസിന്റെ ഡെൻസിറ്റി മാറും, പക്ഷെ ലിക്വിഡ്സിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അത് 1 gram per centimeter cube അല്ലെങ്കിൽ 1000 kilogram per meter cube എന്നും പറയാം. അപ്പൊ ഡെൻസിറ്റിക്ക് നമ്മൾ മാസ് ഡെൻസിറ്റി എന്നും പറയും. ഇനി വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ്. ഓക്കെ, അതെന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് എ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് വോളിയം, റേഷ്യോ ഓഫ് വെയിറ്റ് ടു വോളിയം, അതിനാണ് നമ്മൾ വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ അത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ W. ഓക്കെ, സ്മോൾ w, സ്മോൾ ലെറ്റർ W. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ ഇക്വേഷൻ കിട്ടിയപ്പോൾ m/g ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ ഈ മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ആണല്ലേ, ഇത് റോ ആണ്, റോ ഇൻറ്റു ജി. So W is equal to rho into G. The weight density or specific weight is equal to mass density or density into acceleration due to gravity. Okay, അപ്പോൾ വെള്ളത്തിന്റെ weight density അല്ലെങ്കിൽ specific weight എന്ന് പറഞ്ഞാൽ 9.81 into 1000 Newton per meter cube in SI unit system. Okay, അപ്പോൾ കൺവേർഷൻ ഒന്നുകൂടെ വ്യക്തമാക്കാനായിട്ട് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരുന്നു റോയുടെ യൂണിറ്റ് അല്ലേ, മാസ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അത് മൾട്ടിപ്ലൈഡ് ബൈ ജിയുടെ യൂണിറ്റ്. W is equal to rho into G എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മൾട്ടിപ്ലൈഡ് ബൈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മൾട്ടിപ്ലൈഡ് ബൈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിലോഗ്രാം മീറ്റർ ബൈ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയാൽ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമുക്ക് ന്യൂട്ടൺ എന്ന് എഴുതാം. അപ്പോൾ ഇത് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ SI സിസ്റ്റം ആണ്. CGS-ലാണെങ്കിൽ ഡൈൻ ഉണ്ട്. 1 ഡൈൻ is equal to 1 gram per centimeter, 1 gram centimeter per second square. ഓക്കെ, ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ. ഓക്കെ, ഇനി തേർഡ് പ്രോപ്പർട്ടി സ്പെസിഫിക് വോളിയം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ടു മാസ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ആണ് അല്ലേ. അപ്പോൾ 1 ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് 1 ബൈ റോ. ഓക്കെ, so it is a reciprocal of mass density. Specific volume is the reciprocal of mass density. അപ്പോൾ യൂണിറ്റും റെസിപ്രോക്കൽ ആയിരിക്കും. എക്സ്പ്രസ്ഡ് ആസ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഇറ്റ് ഈസ് കോമൺലി ആപ്ലൈഡ് ടു ഗ്യാസസ്. ഗ്യാസസിന്റെ കേസിലാണ് നമ്മൾ എപ്പോഴും സ്പെസിഫിക് വോളിയം പറയാറുള്ളത്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി സ്പെസിഫിക് ഗ്രാവിറ്റി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്
weight density of a fluid to the weight density of a standard fluid. Okay, weight density of standard fluid എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലിക്വിഡും ആവാം സ്റ്റാൻഡേർഡ് ഗ്യാസും ആവാം. ലിക്വിഡ്സിന്റെ കേസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് നമ്മൾ എപ്പോഴും വാട്ടർ ആണ് എടുക്കുന്നത്. ഗ്യാസസിന്റെ കേസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് നമ്മൾ എപ്പോഴും എയർ ആണ് എടുക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി is denoted by the symbol S. It is also called as relative density. Okay. S for liquids എന്ന് പറഞ്ഞാൽ weight density. Weight density ക്ക് നമ്മൾ specific weight എന്നും പറയും. Okay. It is denoted by small letter W. Okay. അപ്പോൾ weight density of liquid ഏതെങ്കിലും ഒരു liquid divided by weight density of water അതാണ് ആ liquidന്റെ specific gravity. അതുപോലെ ഗ്യാസ് ആണെങ്കിലും weight density of the particular gas divided by weight density of air gives you the specific gravity of that gas. Okay. അപ്പോൾ നമുക്ക് weight density calculate ചെയ്യുന്നത് തിരിച്ച് ചെയ്യാം. അതായത് specific gravity into weight density of water ചെയ്താൽ ഒരു liquidന്റെ weight density കിട്ടും. Okay. That's S into weight density of water. Weight density of water നമുക്കറിയാം അല്ലേ, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 1000 into 9.81 Newton per meter cube. ഓക്കെ, ഈ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ W ആണ്. W എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു G. അപ്പോൾ രണ്ട് സൈഡിലും G ക്യാൻസൽ ആയി പോകും അല്ലേ. ഓക്കെ, W is equal to rho into G. Weight density is equal to density into acceleration due to gravity. അല്ലേ, അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്, വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഡെൻസിറ്റിയെ മാസ് ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതിയാൽ LHSലും RHSലും ഉള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ക്യാൻസൽ ആയിപ്പോകും. ബാക്കിയുള്ളത് ഡെൻസിറ്റി മാത്രമാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ, S ഇൻറ്റു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ നമുക്ക് ഡെൻസിറ്റിയും കണ്ടുപിടിക്കാം, വെയിറ്റ് ഡെൻസിറ്റിയും കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13.6 ഇൻറ്റു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ഇതിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ വാല്യൂ ഇൻറ്റു 9.81 ചെയ്താൽ നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി കിട്ടും. അപ്പോൾ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ, അത് മൾട്ടിപ്ലൈ ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ W, അതായത് വെയിറ്റ് ഡെൻസിറ്റി. ഇനി വെയിറ്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി മൾട്ടിപ്ലൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഇനി ഒരു സാമ്പിൾ പ്രോബ്ലം നോക്കാം. Calculate the specific weight, density and specific gravity of 1 liter of liquid which weighs 7 newtons. അപ്പോൾ ഇവിടെ വോളിയം തന്നിട്ടുണ്ട് 1 ലിറ്റർ എന്ന്. അപ്പോൾ വോളിയം 1 ലിറ്റർ, അതായത് 1/1000 മീറ്റർ ക്യൂബ്. ഓക്കെ, അല്ലെങ്കിൽ 1000 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, വെയിറ്റ് തന്നിട്ടുണ്ട് 7. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് W. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം, അതായത് 7 ഡിവൈഡഡ് ബൈ 1/1000. 7000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. നമ്മൾ സെന്റിമീറ്ററിൽ ഇട്ടാൽ യൂണിറ്റ് സിസ്റ്റം യൂണിഫോം ആവത്തില്ല. യൂണിറ്റ് സിസ്റ്റം SI തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ മീറ്ററും ന്യൂട്ടണും എടുക്കും. ഇവിടെ സെന്റിമീറ്റർ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുകളിൽ ഡൈൻ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് CGSൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റത്തിൽ ആൻസർ കിട്ടും. ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ, അതായത് സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചു 7000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അത് ഡിവൈഡ് ബൈ G ചെയ്യുമ്പോൾ 713.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡെൻസിറ്റി കിട്ടും. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഏതാണെങ്കിലും സെയിം ആണ്. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോമൺ ആയിട്ട് വരും, ക്യാൻസൽ ആയി പോകും. ഡെൻസിറ്റി ഇവിടെ ഉണ്ട്, അത് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ഇനി വേറെ പ്രോബ്ലം നോക്കാം. ഇവിടെ വോളിയം തന്നിട്ടുണ്ട്, അത് 1 ലിറ്റർ, സെയിം. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, അതുപോലെ വെയിറ്റ്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ തന്നിട്ടുണ്ട് 0.7, S തന്നിട്ടുണ്ട് 0.7. ഇവിടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു
density of standard liquid, that is water. So 0.7 into 1000, 700 kilogram per meter cube എന്ന് കിട്ടും. ഇനി സ്പെസിഫിക് വെയിറ്റിലോട്ട് വരുവാണെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു acceleration due to gravity. 700 into 9.81 Newton per meter cube. അതായത് 6867 Newton per meter cube. ഇനി വെയിറ്റിലോട്ട് വരുമ്പോൾ സ്പെസിഫിക് വെയിറ്റ് ആണ് കാൽക്കുലേറ്റ് ആണോ അത് വെയിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെയിറ്റ് ആണ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം ആണ്. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ വോളിയം അല്ലേ. സ്പെസിഫിക് വെയിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ വോളിയം ചെയ്താൽ വെയിറ്റ് കിട്ടും. അപ്പോൾ വെയിറ്റ് ഇസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയത് 6867 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അത് മൾട്ടിപ്ലൈഡ് ബൈ വോളിയം. വോളിയം എത്രയാണ് 0.001 മീറ്റർ ക്യൂബ്. അപ്പം വെയിറ്റ് ഇസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ വോളിയം. Okay, let's see another property which is viscosity. So viscosity എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂയിഡിനെ പല ലെയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു ലെയറിന് മുകളിൽ മറ്റൊരു ലെയർ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് അല്ലേ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആവാം. ഓക്കെ, അപ്പോൾ the viscosity is a property by virtue of which it offers resistance to the movement of one layer of fluid over another adjacent layer. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ, ഒരു ഫിഗർ ഉണ്ട്, ഒരു വെലോസിറ്റി പ്രൊഫൈൽ ഉണ്ട്. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ, ഒരു ക്രോസ് സെക്ഷൻ, ഒരു ഫ്ലൂയിഡിന്റെ ക്രോസ് സെക്ഷൻ. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി നമുക്ക് നോക്കാം. ഫ്ലൂയിഡ് ലെയേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ രണ്ട് ലെയേഴ്സ് ഉണ്ട്. ഇത് ഒരു ലെയർ ആണ്, അത് ഈ ഡയറക്ഷനിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുകളിൽ ഒരു ലെയർ ഉണ്ട്, അത് ഒരു ഡയറക്ഷനിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ലെയറുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ dy ആണ്. ഓക്കെ, അപ്പോൾ ഈ താഴത്തെ ലെയറിന്റെ വെലോസിറ്റി u, മുകളിലത്തെ ലെയറിന്റെ വെലോസിറ്റി u പ്ലസ് du. ചെറിയ ചേഞ്ച് ഇൻ വെലോസിറ്റി, രണ്ട് വെലോസിറ്റീസും തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് ആണ് ഈ ഡിഫറൻഷ്യൽ du എന്ന് പറയുന്നത്. അതുപോലെ രണ്ട് ലെയേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ dy എന്ന് പറയുന്നത്. ഓക്കെ 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 അപ്പോൾ the viscosity together with relative velocity causes a shear stress acting between the fluid layers. അപ്പോൾ ഈ രണ്ട് ലെയറും തമ്മിലുള്ള വെലോസിറ്റി ഡിഫറൻസ് കാരണം അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും. രണ്ടും ഡിഫറെന്റ് വെലോസിറ്റിയിലാണ് രണ്ട് ലെയേഴ്സും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. Top layer causes a shear stress on the adjacent lower layer, while the lower layer causes a shear stress on the adjacent top layer. This shear stress is proportional to the rate of change of velocity with respect to y. It is denoted by symbol tau. ഈ shear stress എന്ന് പറഞ്ഞാൽ rate of change of velocity with respect to y. Change in velocity എന്ന് പറഞ്ഞാൽ du, change in distance എന്ന് പറഞ്ഞാൽ dy അല്ലേ. അപ്പോൾ tau is equal to du by dy. സോറി, tau is proportional to du by dy. പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് ലെയേഴ്സും വ്യത്യസ്തമായിട്ടുള്ള വെലോസിറ്റികളിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നു. ആ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു du by dy, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു y. y എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് അല്ലെ, dy എന്നും പറയാം. ഓക്കെ, tau is proportional to du by dy. ഓക്കെ, ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യുകയാണ്, അത് mu. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഓർ ഒൺലി വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാലും കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാലും mu ആണ്. ഓക്കെ, mu എന്ന് പറഞ്ഞാൽ tau ഡിവൈഡഡ് ബൈ du by dy. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ ഡിഫോർമേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ടേം, അതാണ് du by dy. ഓക്കെ, ഇനി യൂണിറ്റ്സ് ഓഫ് വിസ്കോസിറ്റി നോക്കാം. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് mu എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്, അത് tau ഡിവൈഡഡ് ബൈ du by dy ആണ് അല്ലേ. അതായത് ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, അതിവിടെ ഉണ്ട്. പിന്നെ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, ചേഞ്ച് ഓഫ് വെലോസിറ്റി ആയാലും ചേഞ്ച് ഓഫ് വെലോസിറ്റി ആയാലും ഒരേ ക്വാണ്ടിറ്റി ആണല്ലേ, ഒരേ ഡയമെൻഷൻ ആണ്. വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും വെലോസിറ്റി അങ്ങനെ എടുത്താലും ഡയമെൻഷൻ അല്ലെങ്കിൽ ഡയമെൻഷൻ സെയിം ആണ് അല്ലേ, യൂണിറ്റ്സ് സെയിം ആണ്.
അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ലെങ്ത് ബൈ ടൈം. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെ, രണ്ട് ഡിസ്റ്റൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെ അല്ലേ. അപ്പോൾ അത് ലെങ്ത്, ഇത് 1/length. ന്യൂമറേറ്ററിലായതുകൊണ്ട് നമ്മൾ 1/length എന്ന് എഴുതി. ഓക്കെ, ഇനി ഫോഴ്സ്. അപ്പോൾ ഈ ലെങ്ത് ഇവിടെ ഉണ്ട്, രണ്ട് ലെങ്ത് ഉണ്ട്. അപ്പോൾ ആ രണ്ട് ലെങ്ത്തും ഇവിടെ ന്യൂമറേറ്ററിലോട്ട് വന്ന് ലെങ്ത് സ്ക്വയർ. ഇനി ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, പിന്നെ ടൈമും ഉണ്ട്. ഓക്കെ, ഈ ലെങ്ത്തും ക്യാൻസലായി അല്ലേ. ലെങ്ത്തും ക്യാൻസലായി. ഏരിയയാണ് ഇവിടെ ലെങ്ത് സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഏരിയ നമ്മൾ മീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഏരിയയാണ് ലെങ്ത് സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് സ്ക്വയർ. ഇവിടെ ലെങ്ത് ക്യാൻസലായി, ബാക്കി ടൈം മാത്രമുണ്ട്, 1/time. സോ ഫോഴ്സ് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ ലെങ്ത് സ്ക്വയർ. ഇതിനെ ഇനി നമുക്ക് യൂണിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ MKS മീറ്റർ കിലോഗ്രാം സെക്കൻഡ് സിസ്റ്റം ആണെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് കിലോഗ്രാം ഫോഴ്സ്, സെക്കൻഡിന്റെ യൂണിറ്റ് ഉണ്ട്, പിന്നെ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, അപ്പോൾ മീറ്റർ സ്ക്വയർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇനി CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം ആണെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ഡൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 1 ന്യൂട്ടൺ is equal to 10⁵ ഡൈൻ എന്ന് പറഞ്ഞു. ഡൈൻ സെക്കൻഡ് ബൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ലെങ്ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. CGSൽ ലെങ്ത് സെന്റിമീറ്റർ, വെയിറ്റ് ഗ്രാം, ടൈം സെക്കൻഡ്. 9 സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇനി SI സിസ്റ്റം മാത്രം ബാക്കിയുണ്ട്. SI സിസ്റ്റത്തിൽ ന്യൂട്ടൺ ആണല്ലേ, ന്യൂട്ടൺ. ഓക്കെ, ഇനി ന്യൂട്ടണിൽ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ന്യൂട്ടൺ സെക്കൻഡ് ബൈ മീറ്റർ സ്ക്വയർ എന്ന് വരും. ന്യൂട്ടൺ സെക്കൻഡ് ബൈ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം അതിനെ പാസ്കൽ സെക്കൻഡ് എന്നും പറയാം. കാരണം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരുന്നതിനെ നമ്മൾ പാസ്കൽ എന്ന് പറയും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇസ് ഓൾസോ കോൾഡ് പാസ്കൽ, which is Newton by PA. അപ്പോൾ SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ, അതിന് വേറൊരു ടേം കൂടെ പോയിസ്. ഓക്കെ, പോയിസ് എന്ന് പറയും. ഇനി അതിന്റെ കൺവേർഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 9.81 ന്യൂട്ടൺസ് ആണ്. അപ്പോൾ നമ്മൾ MKSന്ന് CGSലോട്ട് പോവുകയാണെങ്കിൽ 1 കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതാം, ന്യൂട്ടണിലോട്ട് മാറ്റുവാണെങ്കിൽ 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9.81 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ന്യൂട്ടണിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ എങ്ങനെ എഴുതാം, കിലോഗ്രാമിനെ നമുക്ക് ഗ്രാം ആക്കി മാറ്റാം, പിന്നെ മീറ്ററിനെ നമുക്ക് സെന്റിമീറ്റർ ആക്കി മാറ്റാം, സെക്കൻഡ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഇതിനെ ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ എഴുതാൻ പറ്റി. ഇനി ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഡൈൻ എന്ന് വിളിക്കാം. അപ്പോൾ 1 ന്യൂട്ടൺ is equal to 10⁵ ഡൈൻ. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിൽ നമ്മൾ തുടങ്ങി. അത് 9.81 ഇൻറ്റു 10⁵ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയറിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9.81 ഡൈൻ സെക്കൻഡ് പെർ 98.1 ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതിനെ നമ്മൾ എങ്ങനെ എഴുതി, 98.1 പോയിസ് എന്ന് എഴുതി അല്ലേ. ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ ഇല്ല. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. 1 കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അതിനെ നമ്മൾ ഇത് MKS സിസ്റ്റം ആണ് അല്ലേ.
MKSC എന്ന് നമ്മൾ അതായത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, ഇവിടെ 3 ഉണ്ട്, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഇതിനെ നമ്മൾ വേറെ സിസ്റ്റത്തിലോട്ട് മാറ്റുവാണ്, ഏതാണ് CGSലോട്ട് മാറ്റുവാണ്. ഓക്കെ, അതായത് മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റണം, കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റണം, സെക്കൻഡ് അങ്ങനെ തന്നെ കിടക്കണം. അപ്പൊ ഇവിടെ മീറ്റർ ഉണ്ട്, മീറ്ററിനെ നമുക്ക് സെന്റിമീറ്ററിൽ മാറ്റാം, ഈസിയാണ്. സെക്കൻഡ് മാറ്റേണ്ട. കിലോഗ്രാം ഫോഴ്സിനെ നമുക്ക് കിലോഗ്രാമിനെ നമുക്ക് ഗ്രാമിന്റെ യൂണിറ്റിലോട്ട് മാറ്റണം. ഗ്രാമിന്റെ യൂണിറ്റിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ കിലോഗ്രാമിനെ ആദ്യം ന്യൂട്ടണിലോട്ട് മാറ്റി, അല്ലേ? ന്യൂട്ടണിനെ പിന്നെ നമ്മൾ ഡൈനിലോട്ട് മാറ്റി. അപ്പൊ കിലോഗ്രാമിനെ ന്യൂട്ടണിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിനെ ഡൈനിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 9.81 × 10⁵ ഡൈൻ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഈ മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്ററിലാക്കാൻ വേണ്ടി നമ്മൾ താഴെ 100 × 100. അപ്പൊ അങ്ങനെ സെന്റിമീറ്റർ സ്ക്വയറും ആയി. ടോട്ടലി ഇവിടെ ഇതും ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആവും, ഒരു 10 മാത്രം ബാക്കിയാവും. 98.1 ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 98.1 പോയ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ MKSന്ന് CGSലോട്ടേ വന്നോളൂ. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ന്യൂട്ടണിലോട്ടും വന്നായിരുന്നു. MKSന്ന് നമ്മൾ ന്യൂട്ടണിലോട്ടും വന്നു, SI സിസ്റ്റത്തിലോട്ടും വന്നായിരുന്നു. ഓക്കെ, ഇനി kinematic viscosity നോക്കാം. Okay, it is defined as the ratio between dynamic viscosity and density of fluid. It is denoted by the Greek symbol nu. Okay, so coefficient of dynamic viscosity അല്ലെങ്കിൽ viscosity എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. Sorry, one second. എന്റെ വോയിസ് ഇപ്പോഴും ഓഡിബിൾ ആണോ? അതെ സർ, കേൾക്കാം. ഇടയ്ക്ക് സ്റ്റോപ്പ് ആയി പോയായിരുന്നോ? ഇല്ല സർ. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത് മ്യൂ ആയിരുന്നു, അല്ലേ? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് മ്യൂ ആൻഡ് ഡെൻസിറ്റി. ഓക്കെ, റേഷ്യോ ഓഫ് മ്യൂ ആൻഡ് ഡെൻസിറ്റി, അതാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഇനി അതിന്റെ യൂണിറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ഡിവൈഡ് ബൈ ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ സോൾവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫൈനലി സോൾവ് ചെയ്യുമ്പോൾ ലെങ്ത് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം എന്ന് കിട്ടും. ഓക്കെ, ഇനി ലെങ്ത് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം, അതിന്റെ യൂണിറ്റ് ഇപ്പോൾ MKSും SIയിലും നമുക്ക് നോക്കാം. ഇപ്പോൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ, CGSലാണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഒരു ടേം ഉണ്ട്, സ്റ്റോക്ക്. ഓക്കെ, ഇനി സെന്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 1/100 ഓഫ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഓർ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇനി CGSലാണെങ്കിൽ അതിന് നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിന് സ്റ്റോക്ക് എന്ന് പറയും. സെന്റി സ്റ്റോക്കിനെ നമ്മൾ 1/100th ഓഫ് എ സ്റ്റോക്ക് എന്ന് പറയും. Let's see the Newton's law of viscosity. Newton's law of viscosity ഇത് തന്നെയാണ്, tau is equal to mu into du by dy. അത് തന്നെയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ഈ ലോ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സും ഉണ്ട്, ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സും ഉണ്ട്. ഓക്കെ, ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയും, ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സ് നമ്മൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയും. ഓക്കെ, ഇനി let's see how viscosity varies with temperature. അപ്പോൾ viscosity of liquids decreases with increase of temperature, while viscosity of gases increases with increase of temperature. അപ്പോൾ ലിക്വിഡ്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും, പക്ഷെ ഗ്യാസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടും. ഓക്കെ, ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ വിസ്കോസിറ്റി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ലിക്വിഡ്സിന്റെ കേസസിലാണെങ്കിൽ, ഓക്കെ, അത് കൊഹസീവ് ഫോഴ്സസും മോളിക്കുലാർ ഫ്ലൂയിഡ്സിന്റെ കേസിലാണെങ്കിൽ രണ്ട് ഫോഴ്സസ് കൊണ്ടാണ് ഈ വിസ്കോസിറ്റി ഉണ്ടാകുന്നത്, കൊഹസീവ് ഫോഴ്സും മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ. അപ്പോൾ ലിക്വിഡ്സിന്റെ കേസസിലാണെങ്കിൽ കൊഹസീവ് ഫോഴ്സ് ആണ് കൂടുതൽ. കൊഹസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, അതാണ് കൂടുതൽ, മോർ ദാൻ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ. ഗ്യാസിന്റെ കേസിലാണെങ്കിൽ തിരിച്ചാണ്, മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ ആണ് കൂടുതൽ, കൊഹസീവ് ഫോഴ്സ്
കുറവാണ്. അത് മനസ്സിലാക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്യാസ് നമ്മൾ എന്താണ് ഒരു എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ആ ഗ്യാസ് സ്പ്രെഡ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ ആ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഇല്ല അല്ലേ? മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ കുറവാണ്. പക്ഷെ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ കൂടുതലാണ്. അതായത് എന്തെങ്കിലും ഒരു എനർജി ഉണ്ടായാൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് പെട്ടെന്നായിരിക്കും. പക്ഷേ ലിക്വിഡ്സിന്റെ കേസിലാണെങ്കിൽ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ കുറവാണ്, എനർജി ട്രാൻസ്ഫർ കുറവാണ്, പക്ഷേ കൊഹസീവ് ഫോഴ്സ് കൂടുതലാണ്. ലിക്വിഡ് മോളിക്യൂൾസ് എപ്പോഴും ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും, എപ്പോഴും ഒരുമിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിന്റെ വിസ്കോസിറ്റി കൂടും, ലിക്വിഡിന്റെ വിസ്കോസിറ്റി കുറയും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ വിസ്കോസിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഫോർ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ ഇക്വേഷൻ എന്താ? mu is equal to mu 0 into 1 by 1 plus alpha t plus beta t square. ഓക്കെ, ഇവിടെ ആൽഫയും ബീറ്റയും കോൺസ്റ്റന്റ് ആണ്. mu എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിലുള്ള ലിക്വിഡിന്റെ വിസ്കോസിറ്റി, ഫോർ എക്സാമ്പിൾ ടി അറ്റ് ടെമ്പറേച്ചർ ടി. mu 0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡിന്റെ വിസ്കോസിറ്റി. ഓക്കെ, അതുപോലെ ഗ്യാസിന്റെ കേസിലാണെങ്കിൽ mu is equal to mu 0 plus alpha t minus beta t square. ഇവിടെ ആൽഫ ബീറ്റ കോൺസ്റ്റൻസ് ആണ്, ടി ഒരു ടെമ്പറേച്ചർ ആണ്, ടി ടെമ്പറേച്ചറിലുള്ള വിസ്കോസിറ്റി ആണ് mu, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വിസ്കോസിറ്റി ആണ് mu 0. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് നോക്കാം. ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് വെച്ചിട്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഓക്കെ, അതാ ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് du by dy ഉണ്ട്, y ആക്സിസിൽ ഷിയർ സ്ട്രെസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഫ്ലൂയിഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻകംപ്രസിബിൾ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് നോ വിസ്കോസിറ്റി. അതിന് വിസ്കോസിറ്റി ഇല്ല. അപ്പൊ ടെമ്പറേച്ചർ വരുമ്പോൾ വിസ്കോസിറ്റി കൂടിയോ കുറയോ ചെയ്യുന്നില്ല, ഒരു സെയിം കൺസിസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ കംപ്രസ് ചെയ്യാൻ നോക്കിയാലും അതിന്റെ വോളിയം ചേഞ്ച് ചെയ്യത്തില്ല, വോളിയം റിമെയിൻസ് സെയിം. ഇറ്റ് ഈസ് ഓൺലി ആൻ ഇമാജിനറി ഫ്ലൂയിഡ്. അങ്ങനെ ഒരു ഫ്ലൂയിഡ് ഇല്ല, കാരണം എല്ലാ ഫ്ലൂയിഡ്സിനും വിസ്കോസിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ ഐഡിയൽ ഫ്ലൂയിഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എക്സ് ആക്സിസിലാണ്. അതായത് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്തോ ഇൻകംപ്രസിബിൾ ആണെന്നാ പറഞ്ഞത്. അതുപോലെ വിസ്കോസിറ്റി ഇല്ല അല്ലേ? വിസ്കോസിറ്റി എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? രണ്ട് ലെയേഴ്സ് തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഇല്ല. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടാവുന്നില്ല. അപ്പം വെലോസിറ്റി ഷിയർ സ്ട്രെസ് 0 ആണ് അല്ലേ? ഈ എക്സ് ആക്സിസിനാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് ആയിട്ട് വരുന്നത്, കാരണം സ്ട്രെസ് ഇല്ല, വിസ്കോസിറ്റി ഇല്ല. ഓക്കെ, അതുപോലെ ഇവിടെ എത്ര മൂവ്മെന്റ് ഉണ്ടായാലും അവിടെ സ്ട്രെസ് ഉണ്ടാവുന്നില്ല, വിസ്കോസിറ്റി ഇല്ല. ഇനി റിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ അതിന് കുറച്ച് വിസ്കോസിറ്റി ഉണ്ട്. റിയൽ ഫ്ലൂയിഡോട് മാർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണെങ്കിൽ ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ്. അതായത് എത്ര വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുന്നു അത്രയും സ്ട്രെസ് തന്നെ ഉണ്ടാവുന്നു, ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ഇവിടെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷനിൽ അല്ല, ചിലപ്പോൾ ഇൻവേഴ്സ് ആവാം, ചിലപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാവാം. അങ്ങനെ അപ്പോൾ അത് ഒരു കർവ് പോലെയാണ് വരുന്നത്, അത് ഇങ്ങനെ പോവും, പിന്നെ താഴോട്ട് വരും. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ഇനി ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയും. ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് ഇസ് മോർ ദാൻ ഈൽഡ് വാല്യൂ ആൻഡ് ഷിയർ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അതായത് പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്, പക്ഷേ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അതായത് നിങ്ങൾ കുറച്ച് വെലോസിറ്റി ചേഞ്ച് ചെറുതാണെങ്കിൽ പോലും വലിയൊരു സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ഇല്ലാതെ തന്നെ അവിടെ ഒരു സ്ട്രെസ് ഉണ്ട്. അതാണ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഇതാ കണ്ടോ, ഇവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ് 0 ആവുമ്പോഴും ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ദി ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഓക്കെ, അതുപോലെ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ വെലോസിറ്റി ചേഞ്ചിനും അവിടെ കൂടുതൽ ഷിയർ സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഗ്രാഫിൽ ഐഡിയൽ സോളിഡും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എത്ര അത് ലേയേഴ്സ് ആയിട്ട് നമ്മൾ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുമോ? ഇല്ല അല്ലേ? സോളിഡിൽ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട്, ഒരുപാട് ലോഡ് അപ്ലൈ ചെയ്താലേ അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടാകത്തുള്ളൂ. ഐഡിയൽ സോളിഡ് ആണെങ്കിൽ ഇങ്ങനെയാണ്, ഷിയർ സ്ട്രെസ് എത്ര സ്ട്രെസ് അപ്ലൈ ചെയ്താലും അവിടെ മൂവ്മെന്റ് ഇല്ല, ലെയർ മൂവ്മെന്റ് ഇല്ല. ഐഡിയൽ സോളിഡ് y ആക്സിസിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ ഫ്ലൂയിഡ് പ്രഷർ അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിലുള്ള പ്രഷർ. ഓക്കെ, അപ്പോൾ ഒരു ലാർജ് മാസ് ഓഫ് ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് മുഴുവൻ ഫ്ലൂയിഡ് ആണ്, ലിക്വിഡ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ഏരിയ DA നമ്മൾ കൺസിഡർ ചെയ്തു.
അപ്പോൾ ഈ ഫ്ലൂയിഡ് സ്റ്റേഷനറി ആണ്, മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡി എയിൽ നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഡി എ. അപ്പോൾ ആ ഫോഴ്സ് ഡി എഫ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഡി എഫ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു, ഡി എ ആണ് ഏരിയ. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് പ്രഷർ എന്ന് പറഞ്ഞാൽ ഡി എഫ് ബൈ ഡി എ. ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ, അല്ലേ? സിമ്പിളാണ്. സോ പി ഇസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എ. ഓക്കെ, അത് ഇപ്പം നമ്മൾ മുഴുവൻ ഏരിയയിലും, അതായത് നമ്മൾ ചെറിയൊരു ഏരിയയിൽ മാത്രം എടുത്തു. അപ്പം ഹോൾ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പി ഇസ് ഈക്വൽ ടു എഫ് ഫോഴ്സ് ബൈ ഏരിയ, അല്ലെ എഫ് ബൈ എ എന്ന് പറയും. എഫ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രഷർ, ഫോഴ്സ്, പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സ്, അല്ലെ ഫോഴ്സ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ലിക്വിഡ്സിന്റെ പ്രോബ്ലംസിലെല്ലാം നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷർ ഫോഴ്സ് ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ units of pressure are kilogram force per meter square and kilogram force per centimeter square. Okay, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് പാസ്കൽ എന്ന് പറയും. പാസ്കലിനകത്ത് കെ പി എ എന്ന് വെച്ചാൽ കിലോ പാസ്കൽ, അതായത് 1000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് പാസ്കൽ. ഇനി ബാർ എന്ന് വെച്ചാൽ 100 കിലോ പാസ്കൽ, അതായത് 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, 100 കിലോ പാസ്കൽ ആണ് ഒരു ബാർ. 1 കിലോ പാസ്കൽ എന്ന് വെച്ചാൽ 1000 പാസ്കൽ. അപ്പം 10⁵ പാസ്കൽ ഓർ 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതാണ് ഒരു ബാർ. ഓക്കെ, ഇനി പാസ്കൽസ് ലോ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഡയറക്ഷൻസ് കാണിച്ചിട്ടുണ്ട്, എക്സ്, വൈ, സെഡ്. ഓക്കെ, നമ്മളൊരു Pascal's law statement ആദ്യം നോക്കാം. It states that pressure or intensity of pressure at a point in a static fluid is equal in all directions. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്ലൂയിഡ് മാസ് കൺസിഡർ ചെയ്താൽ അതിനകത്ത് ഒരു പോയിന്റിലെ എല്ലാ ഡയറക്ഷൻസിൽ നിന്നും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ എന്ന് ആയിരിക്കില്ല, പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലൂയിഡ് മാസ് ഉണ്ട്, അതിനകത്ത് ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഇങ്ങനെ ട്രയാങ്കുലർ ഷേപ്പിലാണ് നമ്മൾ ആ പോയിന്റിനെ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ എല്ലാ ഡയറക്ഷൻസിൽ നിന്നും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ 3 ഡയറക്ഷൻസ് അറിയാം, എക്സ്, വൈ, സെഡ്. നമുക്കറിയാവുന്ന 3 ഡയറക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇത്. സോറി എക്സ് ഡയറക്ഷനിലുള്ള എലമെന്റിന്റെ സൈഡാണിത്, അതിന്റെ ലെങ്ത് ആണ് ഡി എക്സ്. ഈ എലമെന്റിന് വൈ ഡയറക്ഷനിൽ ഒരു സൈഡ് ഉണ്ട്, അതിന്റെ ലെങ്ത് ആണ് ഡി വൈ. പിന്നെ ഇത് രണ്ടും അല്ലാത്ത ഒരു ഡയമെൻഷനും കൂടെ ഉണ്ട്, അതാണ് ഡി എസ്, അതിന്റെ ലെങ്ത് ആണ് ഡി എസ്. അപ്പൊ ഈ ഒരു എലമെന്റിന്റെ, ഈ ഒരു പോയിന്റിലെ എലമെന്റിന്റെ ഡയമെൻഷൻസ് ഡി എക്സ്, ഡി വൈ, ഡി എസ്. ഇനി ഇതിനകത്ത് ഈ 3 സൈഡിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ 3 സൈഡിലും കൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ഈക്വൽ ആണ്. ഈ ഡയറക്ഷനിൽ, ഈ സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പെർപെൻഡിക്കുലർ, നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഫ്ലൂയിഡ് മാസിനകത്ത് ഒരു പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സൈഡ് ഡി എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിൽ മേലോട്ടാണ്, അല്ലേ? അപ്പൊ ആ ഡയറക്ഷൻ ഏതാണ്? നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് വെച്ചാൽ വൈ ആണ്. അപ്പൊ പ്രഷർ പി വൈ ഇൻറ്റു ഏരിയ dx ഇൻറ്റു 1 അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഈ എലമെന്റിന്റെ തിക്നെസ് ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലെ? ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ വേണം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വേണം. അപ്പൊ ഇവിടെ ലെങ്ത് ഉണ്ട് ഡി എക്സ്. അപ്പൊ ഈ എലമെന്റിന്റെ തിക്നെസ് നമ്മൾ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുഴുവൻ പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ, അതായത് പി വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു 1, അല്ലെങ്കിൽ പി വൈ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു 1. അതുപോലെ ഈ സൈഡ് ഡി വൈ, അതിന്റെ ലെങ്ത് ഉണ്ട് ഡി വൈ, അതിന്റെ തിക്നെസ് എത്രയാണ്? 1, അല്ലെ? യൂണിറ്റ് തിക്നെസ് ഈസ് അസ്യൂംഡ്. അപ്പം ഏരിയ ഡി വൈ ഇൻറ്റു 1 ആണ്. ആ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, അല്ലേ? ഇത് എന്ത് ഡയറക്ഷനാണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് വെച്ചാൽ എക്സ്. ഓക്കെ, അപ്പൊ ആ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് പി എക്സ്. അപ്പൊ പി എക്സ് ഇൻറ്റു ഏരിയ, പ്രഷർ ഇൻറ്റു ഏരിയ, ഫോഴ്സ്. പ്രഷർ ഇൻറ്റു ഏരിയ ഈസ് ഈക്വൽ ടു ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സ്. ഓക്കെ, അതുപോലെ ഈ സൈഡിൽ ചെയ്യുമ്പോൾ പി ഇസഡ് ഇൻറ്റു ഡി എസ് ഇൻറ്റു 1 എന്ന് കിട്ടും.
pressure acting in the direction Z into area which is equal to ds into 1. Okay. Okay. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം ഉണ്ട്. പി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു 1 ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ്. അതുപോലെ പി വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു 1 ആണ്. സോറി, ഞാൻ പറഞ്ഞത് തെറ്റി. ഓക്കെ, പി വൈ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു 1 അതിവിടെ ഉണ്ട്. പിന്നെ പി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു 1 അത് നമ്മൾ എഴുതിയതാണ്. അടുത്ത ഫോഴ്സ് ഇവിടെ ഉണ്ട്, പി ഇസഡ് ഇൻറ്റു ഡി എസ് ഇൻറ്റു 1. ഓക്കെ ഓക്കെ അപ്പോൾ ഈ 3 ഫോഴ്സസ് നമുക്ക് കിട്ടി. ഒരു എലമെന്റിൽ എല്ലാ ഡയറക്ഷനിൽ നിന്നും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, പ്രഷർ ഫോഴ്സസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി വെയിറ്റ് ഓഫ് ദി എലമെന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി എലമെന്റ് ഇൻറ്റു ജി. ഓക്കെ, അല്ലെങ്കിൽ വോളിയം ഇൻറ്റു റോ ഇൻറ്റു ജി എന്ന് എഴുതാം. മാസിനെ നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം അല്ലേ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. ഓക്കെ, അപ്പൊ ഇതിന്റെ വോളിയം, ഈ ട്രയാങ്കിളിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു തിക്നെസ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച്. ബി ഇവിടെ ബേസ് എ സി, ഹൈറ്റ് എ ബി. അപ്പൊ ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു എ സി. തിക്നെസ് എത്രയാണ്? 1. അപ്പൊ വോളിയം കിട്ടി. ഇൻറ്റു ഡെൻസിറ്റി റോ ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത്രയും ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് ദ എലമെന്റ് കിട്ടും. ഓക്കെ, വെയിറ്റ് ഓഫ് ദ എലമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കാര്യം, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എലമെന്റ് നമുക്ക് അറിയണ്ടേ അല്ലേ. അപ്പൊ എല്ലാ ഡയറക്ഷനിൽ നിന്നും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഫോഴ്സ്, പ്രഷർ ഫോഴ്സും ഉണ്ട്, പിന്നെ വെയിറ്റ് ഓഫ് ദ എലമെന്റും ഉണ്ട്. കാരണം ഈ നമ്മൾ ഫ്ലൂയിഡ് മാസിലെ ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്തത്. അപ്പം ആ ഫ്ലൂയിഡ് മാസ്, ആ എലമെന്റിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ മുകളിലോട്ടും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ഫോഴ്സസ് റിസോൾവ് ചെയ്താൽ എല്ലാ ഡയറക്ഷൻസിലെയും ഫോഴ്സും 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താലേ, അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താലേ നമ്മുടെ ലോ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി റിസോൾവിംഗ് ദ ഫോഴ്സസ് ഇൻ ഈച്ച് ഡയറക്ഷൻ. ആദ്യം എക്സ് ഡയറക്ഷൻ എടുക്കുവാണെങ്കിൽ, എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുക്കുവാണെങ്കിൽ, ഹൊറിസോണ്ടൽ ഇവിടെ നമുക്ക് എത്ര ഫോഴ്സ് ഉണ്ട്? 4 ഫോഴ്സ് ഉണ്ട് അല്ലേ. 1, 2, 3. വെയിറ്റ് ഓഫ് ദ എലമെന്റ് 4. ഓക്കെ, ഈ 4 ഫോഴ്സസിൽ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന, അല്ല എക്സ് ഡയറക്ഷനിൽ കമ്പോണന്റ് ഉള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്? ഫോഴ്സ് 1 പി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു 1, ഇത് എക്സ് ഡയറക്ഷനിലാണല്ലോ, ആണ്. ഇനി പി വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു 1 വെർട്ടിക്കൽ ഫോഴ്സ്, അത് എക്സ് ഡയറക്ഷനിലാണോ? ഇത് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്, ഇതിന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. ഓക്കെ, ഇനി പി ഇസഡ് ഇൻറ്റു ഡി എസ് ഇൻറ്റു 1, ഇതിനൊരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ആയതുകൊണ്ട് അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. അത് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ആംഗിൾ തീറ്റ ഉണ്ട്. അപ്പൊ ആംഗിൾ വെച്ച് നമുക്ക് ആ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ വെയിറ്റ് വെർട്ടിക്കൽ ഇല്ലയോ, വെയിറ്റിനുള്ള ഫോഴ്സ് വെർട്ടിക്കൽ ആണ്, അപ്പൊ അതിന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. ഓക്കെ, അപ്പോൾ 2 ഫോഴ്സിനെ എക്സ് ഡയറക്ഷനിൽ കമ്പോണന്റ് ഉള്ളൂ. ഒന്ന് പി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു 1ഉം പിന്നെ പി ഇസഡ് ഇൻറ്റു ഡി എസ് ഇൻറ്റു 1ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 വരണം അല്ലേ, നമ്മുടെ പ്രൂഫ്, നമ്മുടെ തിയറി കറക്റ്റ് ആണെങ്കിൽ. സോ നമുക്ക് നോക്കാം, പി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു 1. ഓക്കെ, അപ്പൊ പി എക്സ് ഏത് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്നത്? റൈറ്റ് സൈഡിലോട്ട്, റൈറ്റ് ഡയറക്ഷനിലോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, ഇങ്ങനെ ഈ റൈറ്റിലോട്ടാണ്. മൈനസ് ഡി എസിന്റെ ഫോഴ്സ് എത്തപ്പോൾ നമ്മൾ മൈനസ് എടുത്തു, കാരണം നമ്മുടെ ഫ്ലൂയിഡ് എലമെന്റ് ഇങ്ങനെയാണ് അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ പി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു 1 പ്രഷർ ഫോഴ്സ്. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് പി ഇസഡ് ഇൻറ്റു ഡി എസ് ഇൻറ്റു 1, അത് ഇവിടെയാണ്. അപ്പൊ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇങ്ങോട്ടായിരിക്കും, വെർട്ടിക്കൽ കമ്പോണന്റ് താഴോട്ടായിരിക്കും. അപ്പൊ ഇവിടെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിളാണ് തീറ്റ അല്ലേ, ഈ ആംഗിളാണ് തീറ്റ ആയിട്ട് വരുന്നത്, തീറ്റയാണ് അല്ലെ, ഈ ആംഗിൾ തീറ്റയാണ്. അപ്പൊ ഈ ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്നത്. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഈ ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്രയാണെന്ന് നോക്കാം. അത് പി ഇസഡ് ഇൻറ്റു ഡി എസ് ഇൻറ്റു 1 ഇൻറ്റു സൈൻ 90 ഡിഗ്രി മൈനസ് തീറ്റ, അല്ലെ കോസ് തീറ്റ എന്ന് വേണം എഴുതിയാലും മതി.
ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ds cos തീറ്റ is equal to dy എന്ന് കിട്ടും അല്ലേ? അല്ല സോറി, ds cos തീറ്റ, ഇവിടെ ds cos തീറ്റ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്, അതിനെ നമുക്ക് dy എന്ന് എഴുതാം. ഈ അകത്തെ ആംഗിൾ ഇതാ, ഈ ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ്, ഇത് ds ആണ്. അപ്പൊ ds cos തീറ്റ എന്ന് പറഞ്ഞാൽ ds ഈ സൈഡാണ്, ds ഇൻറ്റു cos തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? dy ആണ് അല്ലേ? dy വെർട്ടിക്കൽ സൈഡ്. അപ്പം അത് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ px ഇൻറ്റു dy ഇൻറ്റു 1 മൈനസ് pz ഇൻറ്റു dy ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, അപ്പം px ഇസ് ഈക്വൽ ടു pz എന്ന് വരും. ഓക്കെ, എക്സ് ഡയറക്ഷനിലെ ഫോഴ്സസ് എടുക്കുകയാണെങ്കിൽ ആ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസും ഈക്വൽ ആണ് അല്ലെ? അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ അതിന്റെ സം 0 ആണ്, റിസൾട്ടന്റ് 0 ആണ്. ഇതുപോലെ തന്നെ y ഡയറക്ഷനിലെ ഫോഴ്സസ് നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? py is equal to pz എന്ന് കിട്ടും. അപ്പൊ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം, px is equal to py is equal to pz. അതായത് ഒരു ഫ്ലൂയിഡിലെ അത് റെസ്റ്റിലാണെങ്കിൽ അതിനകത്ത് ഒരു പോയിന്റിലെ എല്ലാ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അല്ലെ പ്രഷർ ഫോഴ്സസ് ഈക്വൽ ആണ്, അല്ലെ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഈക്വൽ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, അപ്പം ദിസ് ഇസ് പാസ്കൽസ് ലോ. ദ ഇന്റൻസിറ്റി ഓഫ് pressure acting at a point inside a fluid at rest in all directions are equal. Okay. Okay. ഇനി ഇതാ the pressure variation in a fluid at rest. പ്രഷർ വേരിയേഷൻ നമുക്ക് നോക്കാം. അത് നമ്മൾ പ്രഷർ ഒരു പോയിന്റിലുള്ള പ്രഷർ നമ്മൾ നോക്കി. ഓക്കെ, ഇനി the hydrostatic law states that rate of increase of pressure in a vertically downward direction must be equal to the specific weight of the fluid at that point. ഓക്കെ, അപ്പം നമ്മൾ വെർട്ടിക്കലി ഒരു ഫ്ലൂയിഡിനകത്തൂടെ താഴോട്ട് പോകുമ്പോൾ ആ സ്പെസിഫിക് വെയിറ്റിന് ഈക്വൽ ആയിരിക്കും റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ, ഒരു ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഉണ്ട്, അതിനകത്തൊരു എലമെന്റ് ഉണ്ട് ABCD, അതിനൊരു ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ട് ഡെൽറ്റ എ. ABCDയുടെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് ഡെൽറ്റ എ. ABCD ഈ സൈഡിന്റെ ഏരിയ ആണ് ഡെൽറ്റ എ. ഓക്കെ, ഇനി ഹൈറ്റ് ഉണ്ട് ഡെൽറ്റ Z, അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. P പ്രഷർ, ഓക്കെ, ഓൺ ഫേസ് AB, ഇപ്പൊ മുകളിൽ നിന്നുള്ള പ്രഷറാണ് P. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ? അപ്പൊ P ഇൻറ്റു ഡെൽറ്റ എ. ഡിസ്റ്റൻസ് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ് ഫ്രം ദ ഫ്രീ സർഫസ്, ഇതാണ് ഫ്രീ സർഫസ്, അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് Z ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രഷർ ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ എല്ലാം പറയുന്നത്. പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ, P ഇൻറ്റു ഡെൽറ്റ എ. ഇനി ഈ ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മുകളിൽ നിന്ന് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് P ഇൻറ്റു ഡെൽറ്റ എ, താഴെ നിന്നും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അത് എന്ന് പറഞ്ഞാൽ P ഇൻറ്റു ഡെൽറ്റ എ തന്നെയാണ്, പക്ഷെ Pക്ക് ഒരു മാറ്റമുണ്ട്. ഈ P എന്ന് പറഞ്ഞാൽ P പ്ലസ് ഡോ P ബൈ ഡോ Z ഇൻറ്റു ഡെൽറ്റ Z ആണ്. അതായത് P പ്ലസ് ഡോ P ബൈ ഡോ Z ഇൻറ്റു ഡെൽറ്റ Z. ഇതിനകത്ത് P നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? P എന്താണ് പറയുന്നത്, ടോപ്പ് സർഫസിൽ ഉണ്ടായിരുന്നു. ബോട്ടം സർഫസിലോട്ട് വന്നപ്പോൾ ഒരു ടേം കൂടെ വന്നു, ഏതാണ്? ഡോ P ബൈ ഡോ Z ഇൻറ്റു ഡെൽറ്റ Z. ഇതിനകത്ത് ഡെൽറ്റ Z എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എലമെന്റിന്റെ ഒരു സൈഡ് ഹൈറ്റ് ആണ് അല്ലേ, ഡെൽറ്റ Z. അത് നിങ്ങൾക്കറിയാം. ആ ഹൈറ്റിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? ഡോ P ബൈ ഡോ Z കൊണ്ട് മൾട്ടിപ്ലൈ. എന്താണ് ഈ ഡോ P ബൈ ഡോ Z? P എന്ന് പറഞ്ഞാൽ പ്രഷർ, Z എന്ന് പറഞ്ഞാൽ ഡെപ്ത് അല്ലേ, ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ്. അപ്പം ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് ഹൈറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ. ഓക്കെ, നമ്മൾ ഈ പോയിന്റ് ഇവിടെ AB മുതൽ CD വരെ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ? അപ്പൊ ABയിലെ പ്രഷറും CDയിലെ പ്രഷറും ഡിഫറെന്റ് ആണ്. അപ്പൊ ABയിൽ നിന്ന് CDയിലോട്ട് നമ്മൾ താഴോട്ട് പോകുമ്പോൾ പ്രഷർ എത്ര കൂടുന്നു അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ. ഡോ P ബൈ ഡോ Z മൾട്ടിപ്ലൈഡ് ബൈ മൊത്തം നമ്മൾ എത്ര താഴോട്ട് പോയി, ഡെൽറ്റ Z. അപ്പൊ P പ്ലസ് ഡോ P ബൈ ഡോ Z ഇൻറ്റു ഡെൽറ്റ Z മൊത്തം പ്രഷറായി.
സി ഡിയിൽ ആക്ട് ചെയ്യുന്ന മുഴുവൻ പ്രഷർ ഇൻറ്റു സി ഡിയുടെ ഏരിയ. അത് ചെയ്യുമ്പോൾ സി ഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സ് കിട്ടി. ഓക്കെ, അപ്പൊ പ്രഷർ ഫോഴ്സ് ഓൺ എ ബി കിട്ടി, പ്രഷർ ഫോഴ്സ് ഓൺ സി ഡി കിട്ടി. ഇനി വെയിറ്റ് ഓഫ് ദ എലമെന്റ് എന്ന് പറഞ്ഞാൽ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു മാസ് അല്ല, ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, വെയിറ്റ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് എടുത്തു, ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ഇസഡ് എന്ന് എടുത്തു, ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇനി പ്രഷർ ഫോഴ്സസ് ഓൺ സർഫസസ് ബി സി ആൻഡ് എ ഡി ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ സം എടുക്കുമ്പോൾ 0 വരണം അല്ലേ? അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സിന്റെ സം നമ്മൾ എടുത്തു? എ ബിയിലെ ഫോഴ്സ് പി ഡെൽറ്റ എ, പിന്നെ ഈ ഫോഴ്സ് സി ഡിയിലെ ഫോഴ്സ്, പിന്നെ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നു. ഓക്കെ, അപ്പൊ ഡൗൺവേർഡ് ഫോഴ്സ് എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു, അപ്വേർഡ് ഫോഴ്സ് എല്ലാം നെഗറ്റീവായിട്ട് എടുത്തു. ഇനി വെയിറ്റ് ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ? ഡൗൺവേർഡ് ആണ്, അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വന്നു. ഓക്കെ, അതായത് റോ ഇൻറ്റു ജി ഇൻറ്റു ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ എസ് പോസിറ്റീവ് വന്നു. അപ്പൊ ഈ 3 ഫോഴ്സസിൽ ഡൗൺവേർഡ് ഫോഴ്സ് 2 എണ്ണം ഉണ്ട്, അത് രണ്ടും പോസിറ്റീവ്. അപ്വേർഡ് ഫോഴ്സ് ഒരെണ്ണേ ഉള്ളൂ, അത് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഡോ പി by dou z is equal to rho into g, which is equal to w. Okay, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ w എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക് വെയിറ്റ് ആണ്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി ആണ്, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. അപ്പൊ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളൊരു ഫ്ലൂയിഡ് എലമെന്റ് എടുത്തു, അതിൽ ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സസും ഡൗൺവേർഡ് ഫോഴ്സസും വെർട്ടിക്കൽ ഫോഴ്സസ് എല്ലാം നമ്മൾ സം ചെയ്തു അല്ലേ? സം ചെയ്യുമ്പോൾ നമുക്ക് 3 ഫോഴ്സ് വരും, അപ്വേർഡ് ഫോഴ്സ്, ഡൗൺവേർഡ് ഫോഴ്സ്, പിന്നെ വെയിറ്റ് ഓഫ് ദി എലമെന്റ്. എന്നിട്ട് അതിന്റെ എല്ലാം സം ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡോ പി ബൈ ഡോ എസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി അല്ലെങ്കിൽ ഡബ്ല്യു എന്നുള്ളതാണ്. ദിസ് റിലേഷൻ ഇസ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, ദാറ്റ് ഇസ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു weight density or specific weight of the fluid at that point. This is hydrostatic law. Okay, ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡോ പി ബൈ ഡോ z is equal to w അല്ലേ, അല്ലെങ്കിൽ റോ ജി. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് p is equal to റോ ജി z എന്ന് കിട്ടും. ഇക്വേഷൻ നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? p is the pressure above atmospheric pressure. എപ്പോഴും നമ്മൾ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഓക്കെ, നമ്മുടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അപ്പോൾ നമ്മൾ P is equal to റോ ജി ഇൻറ്റു Z. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, Z എന്ന് പറഞ്ഞാൽ പോയിന്റ്, ഹൈറ്റ് ഓഫ് ദി പോയിന്റ്, ഡെപ്ത് ഓഫ് ദ പോയിന്റ് ഫ്രം ഫ്രീ സർഫസ്. ഒരു ഫ്ലൂയിഡിനകത്ത് ഒരു പോയിന്റിലെ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റോ ജി Z ആണ്. Z ഡെപ്ത്, റോ ഡെൻസിറ്റി, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ Z-ന് നമ്മൾ പ്രഷർ ഹെഡ് എന്നും പറയും. ഓക്കെ, ഒരു പർട്ടിക്കുലർ പ്രഷർ ഏത് ഡെപ്തിലാണ്, ആ ഡെപ്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രഷർ ഹെഡ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രഷേഴ്സ് നോക്കാം. അബ്സല്യൂട്ട്, ഗേജ്, അറ്റ്മോസ്ഫിയറിക് ആൻഡ് വാക്യൂം പ്രഷർ. ഓക്കെ, ഇവിടെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ പ്രഷർ വിച്ച് ഇസ് മെഷർഡ് വിത്ത് റെഫറൻസ് ടു അബ്സല്യൂട്ട്. ഓക്കെ, നമുക്ക് ഗ്രാഫ് വെച്ച് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഈസി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ, ഓക്കെ സോറി, ഇവിടെ ഒരു ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ഒന്നുമില്ല, വൈ ആക്സിസിൽ പ്രഷറാണ്. ഓക്കെ, അപ്പൊ ഈ പ്രഷറിൽ നമുക്ക് ആദ്യം ഒരു ഡേറ്റം ഉണ്ട്, റെഫറൻസ് ഉണ്ട്. നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എപ്പോഴും നമുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഈ ഒറിജിൻ ആണ് അല്ലേ? ഇതാണ് നമ്മുടെ റെഫറൻസ്. ഇവിടെ ഈ ഡയഗ്രത്തിലെ പ്രഷറിന്റെ റെഫറൻസ് എന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതാണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ ഇതിന് താഴെയുള്ള പ്രഷറിനാണ് നമ്മൾ വാക്യൂം പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ കുറവുള്ള പ്രഷറിനാണ് നമ്മൾ വാക്യൂം പ്രഷർ എന്ന് പറയുന്നത്. വാക്യൂം പ്രഷർ ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കൂടുതൽ, എത്ര കൂടുതലാണോ
അതിനാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഇതാ ഗേജ് പ്രഷർ. അപ്പൊ പോയിന്റ് ബി നിങ്ങൾ നോക്കുവാണെങ്കിൽ പോയിന്റ് ബിയിലെ പ്രഷറും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ വാക്യൂം പ്രഷർ എന്ന് പറയുന്നത്. പോയിന്റ് എയിലെ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി അബ്സല്യൂട്ട് പ്രഷർ എന്തുവാന്ന് നോക്കാം. ഈ വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ റെഫറൻസ് ആണെന്ന് പറഞ്ഞു, പക്ഷെ സീറോ ആണ്. അല്ല, അത് സീറോ അല്ല. സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, എക്സ് ആക്സിസ് ആണ് അബ്സല്യൂട്ട് സീറോ പ്രഷർ. ഓക്കെ, അപ്പൊ ഈ സീറോ പ്രഷറും നമ്മുടെ പോയിന്റിലെ പ്രഷറും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്നത്. സീറോ പ്രഷറും പോയിന്റ് ബിയിലെ പ്രഷറും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് അബ്സല്യൂട്ട് പ്രഷർ. സീറോ പ്രഷറും പോയിന്റ് എയിലെ പ്രഷറും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, അതിനെക്കാട്ടിലും കുറവാണ് പ്രഷർ എങ്കിൽ ആ പ്രഷർ ഡിഫറൻസിന് നമ്മൾ വാക്യൂം പ്രഷർ എന്ന് പറയും. അതിനെക്കാട്ടിൽ കൂടുതലാണ് പ്രഷർ എങ്കിൽ ആ ഡിഫറൻസിന് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയും. ഇനി അബ്സല്യൂട്ട് സീറോയുമായിട്ട് റെഫറൻസ് ചെയ്താണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നതെങ്കിൽ ആ പ്രഷറിന് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയും. ഓക്കെ, ഇനി നോക്കാം. ഇനി അബ്സല്യൂട്ട് പ്രഷർ എന്ന് വെച്ചാൽ പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു ദ അബ്സല്യൂട്ട് വാക്യൂം പ്രഷർ. അബ്സല്യൂട്ട് വാക്യൂം എന്നും പറയാം, അബ്സല്യൂട്ട് സീറോ എന്നും പറയാം. ഓക്കെ, ഗേജ് പ്രഷർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് വിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ടേക്കൺ ആസ് ഡേറ്റ. ഓക്കെ, ഇതിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് എഴുതാം. അതായത് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആണ്. അത് തർക്കമില്ല അല്ലേ? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെയും കൂടെ സം ആണ്. ഇപ്പൊ പോയിന്റ് എ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. ഇനി ഇവിടെ വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും കുറവാണ് അല്ലെ? വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. അത് പോയിന്റ് ബിയുടെ കേസിലാണ് ഉള്ളത്. പോയിന്റ് ബി നോക്ക്, അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടി കുറവാണ് പോയിന്റ് ബിയിലെ പ്രഷർ. അവിടെ വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, അതാണ് വാക്യൂം പ്രഷർ. അപ്പൊ പോയിന്റ് എയുടെ കേസിലും പോയിന്റ് ബിയുടെ കേസിലും സെപ്പറേറ്റ് റിലേഷൻസ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് പ്രഷർ. ഇത് പോയിന്റ് എയുടെ കേസിൽ. അതുപോലെ പോയിന്റ് ബിയുടെ കേസിലാണെങ്കിൽ വാക്യൂം പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, ഇനി we have to see about measurement of pressure with manometers or mechanical gauges. അതായത് പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസസ്. വോയിസ് ക്ലിയർ ആണോ? sir. Okay. Manometers are defined as the devices used for measuring the pressure at a point in a fluid by balancing the column of fluid by the same or another column of the fluid. ഓക്കെ, അപ്പം ഒരു ഫ്ലൂയിഡ് കോളം വെച്ച് ബാലൻസ് ചെയ്ത് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നതിനാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിമ്പിൾ മാനോമീറ്ററും ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഉണ്ട്. ഓക്കെ, സിമ്പിൾ മാനോമീറ്റർ തന്നെ 3 ടൈപ്സ് ഉണ്ട്. പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ ആൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ. ഓക്കെ, പീസോമീറ്റർ ആണ് സിംപ്ലസ്റ്റ് ഫോം. അതായത് എവിടെയാണ് നിങ്ങൾക്ക് പ്രഷർ മെഷർ ചെയ്യേണ്ടത് അങ്ങോട്ട് നമ്മൾ ഒരു ട്യൂബ് കണക്ട് ചെയ്യുന്നു. ഈ പോയിന്റ് എയിലെ പ്രഷർ ആണ് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബിലോട്ട് ഈ ലിക്വിഡ് വരും. ആ ലിക്വിഡ് വന്ന് കുറച്ച് ഹൈറ്റ് വരെ അത് റൈസ് ചെയ്യും. ആ ഹൈറ്റ് ആണ് എച്ച്. ഓക്കെ, അപ്പൊ വെറും ഒരു സാധാരണ ട്യൂബാണ് നമ്മൾ ആ പോയിന്റിൽ കണക്ട് ചെയ്യുന്നത്. ആ ട്യൂബിലോട്ട് ആ ലിക്വിഡ് വരുന്നു. ഏത് പോയിന്റിലാണോ പ്രഷർ മെഷർ ചെയ്യേണ്ടത് അവിടെയാണ് നമ്മൾ ട്യൂബ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഹൈറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ റൈസ് ഓഫ് liquid in the tube. Okay, അപ്പൊ pressure at A യുടെ equation എന്ന് പറഞ്ഞാൽ rho into G into H Newton per meter square. Okay, H എന്ന് പറഞ്ഞാൽ height, G acceleration to gravity, rho density of the liquid. Pressure is equal to rho into G into H. Piezometer simple ആണ്. ഇനി you will see about the U-tube manometer. U-tube ആണെങ്കിൽ അതിന്റെ ട്യൂബിന്റെ ഷേപ്പിൽ
ഒരു ഡിഫറൻസ് ഉണ്ട്, അതൊരു കാര്യം. മാത്രമല്ല ട്യൂബിൽ ഒരു ഹെവിയർ ലിക്വിഡ് ഉണ്ട് വിച്ച് ഇസ് മെർക്കുറി. ഓക്കെ, അപ്പൊ ഹെവിയർ ലിക്വിഡ് ആകുമ്പോൾ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നോക്കാം. ഇതിനകത്ത് രണ്ട് കേസ് ഉണ്ട്. യൂട്യൂബ് മാനോമീറ്ററിൽ രണ്ട് കേസ് ഉണ്ട്. ഒന്ന് ഗേജ് പ്രഷർ ആണെങ്കിൽ, മറ്റേത് വാക്യൂം പ്രഷർ ആണെങ്കിൽ. ഗേജ് പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയറിനെ പ്രഷറിനെക്കാട്ടിലും കൂടുതലാണ്. ഇവിടെ ഏത് പോയിന്റിലെ പ്രഷറാണ് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടത്? പോയിന്റ് ബി അല്ലേ? പോയിന്റ് ബി. ഈ പോയിന്റ് ബിയിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടി കൂടുതലാണ്. അതാണ് ഗേജ് പ്രഷറിന്റെ കേസ്. അപ്പൊ അവിടെയാണെങ്കിൽ പോയിന്റ് ബിയിലെ പ്രഷർ മെഷർ ചെയ്യാം. അപ്പൊ പോയിന്റ് ബി നമ്മൾ ഈ യൂട്യൂബിൽ നമ്മളൊരു റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. യൂട്യൂബ് ആണിത്. നമ്മുടെ ഈ ഡാർക്ക് കളറാണ് മെർക്കുറി അല്ലെ, ഹെവിയർ ലിക്വിഡ് whose specific gravity is higher. ഇനി നമ്മുടെ പോയിന്റിലെ പ്രഷർ, ബിയിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടി കൂടുതലാണ് അല്ലെ. അപ്പം ഈ ലിക്വിഡ് എന്താ ചെയ്യുക? ലിക്വിഡ് മെർക്കുറിയെ താഴോട്ട് തള്ളും. അപ്പൊ ലെഫ്റ്റ് ലിംബില് മെർക്കുറി താഴോട്ട് പോവും, റൈറ്റ് ലിംബില് മെർക്കുറി മുകളിലേക്ക് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് ലിംബിലെ മെർക്കുറിയുടെ ടോപ്പ് ലെവൽ വെച്ചിട്ട് നമ്മൾ റെഫറൻസ് ലൈൻ വരച്ചു, എ. അപ്പൊ ഈ ലൈനിൽ നിന്നും പോയിന്റ് ബി വരെയുള്ള ഹൈറ്റ് ആണ് h1. അതുപോലെ ഈ ലൈനിൽ നിന്ന് റൈറ്റ് ലിംബിലെ മെർക്കുറിയുടെ ടോപ്പ് ലെവൽ വരെയുള്ള ഹൈറ്റ് ആണ് h2. ഓക്കെ, അപ്പൊ h1 ഉണ്ട് h2 ഉണ്ട്. h1 എന്ന് പറഞ്ഞാൽ റെഫറൻസ് ലൈൻ മുതൽ ബി വരെയുള്ള ഹൈറ്റ്, അതുപോലെ റൈറ്റ് ലിംബിൽ റെഫറൻസ് ലൈൻ മുതൽ മെർക്കുറിയുടെ ടോപ്പ് വരെയുള്ള ഡെപ്ത് ആണ് h2. ഓക്കെ, അപ്പൊ ഗേജ് പ്രഷർ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതായത് ഇവിടെ മെർക്കുറി താഴോട്ട് പോയി, റൈറ്റ് സൈഡിൽ മെർക്കുറി മുകളിലോട്ട് പോയി. ബിയിലുള്ള ലിക്വിഡ് മെർക്കുറിയെ താഴേക്ക് തള്ളി. ഓക്കെ, ഇനി നോക്കാം. അപ്പൊ h1 h2 കിട്ടി. ഇനി മെർക്കുറി ഉണ്ട്, വേറൊരു ലിക്വിഡ് ഉണ്ട് അല്ലെ. അപ്പൊ രണ്ടിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി S1 S2, ഡെൻസിറ്റി ρ1 ρ2. ഡെൻസിറ്റി എങ്ങനെ എഴുതി? Specific gravity of the liquid multiplied by density of water. Standard formula. Density എന്ന് പറഞ്ഞാൽ specific gravity multiplied by density of standard liquid, which is water. Okay, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, ഇനി നോക്കാം. അപ്പൊ ഈ രണ്ട് ലിംബിലെയും പ്രഷേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് ബിയിലെ പ്രഷർ കിട്ടും. അപ്പൊ ഇനി പോയിന്റ് ബിയിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോയിന്റ് ബിയിലെ പ്രഷർ അല്ല, നമ്മുടെ ഗേജ് പ്രഷറിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ പ്രഷറും റൈറ്റ് സൈഡിലെ പ്രഷറും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ബിയിലെ പ്രഷർ ഉണ്ട്, വിച്ച് ഇസ് പി അല്ലെ, പി. പോയിന്റ് ബിയിൽ ഒരു പ്രഷർ ഉണ്ട്. പിന്നെ ഈ ലിക്വിഡ് കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എത്രയാണ് ഈ ലിക്വിഡ് കോളം? ഈ ലിക്വിഡ് കോളം എന്ന് പറഞ്ഞാൽ h1 ആണ് അതിന്റെ ഡെപ്ത്. അപ്പം പോയിന്റ് എയിലെ പ്രഷർ, ഇവിടുത്തെ ഈ ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ ρ ഇൻറ്റു ജി ഇൻറ്റു h1 അല്ലെ. അപ്പൊ ρ1 ആണ് നമ്മുടെ ലിക്വിഡിന്റെ ഡെൻസിറ്റി, ρ1 ഇൻറ്റു ജി ഇൻറ്റു h1. ഇനി ഇനിയിപ്പോ ലെഫ്റ്റ് സൈഡിലെ കിട്ടി പി പ്ലസ് ρ1 ജി h1. ഇനി റൈറ്റ് സൈഡിലെ ഈ ഒരു പോയിന്റിൽ നമ്മുടെ റെഫറൻസ് ലൈൻ വരച്ച ആ ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ ρ ഇൻറ്റു ജി ഇൻറ്റു h2 അല്ലെ. സിമ്പിൾ ആണ് ലിക്വിഡ് കോളത്തിന്റെ ρ ഇൻറ്റു ജി ഇൻറ്റു h2. നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പ്രൂവ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു P is equal to ρgh അല്ലെങ്കിൽ ρgz. അപ്പൊ ρ2 ഇൻറ്റു, അപ്പൊ ആ കോളത്തിൽ ഏത് ലിക്വിഡ് ആണുള്ളത്? എയുടെ മുകളിലോട്ട് നമ്മൾ നോക്കുക, ഈ പോയിന്റിന്റെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ലിക്വിഡ് അല്ലേ ഉള്ളൂ, ρ2 g h2. രണ്ട് സൈഡിലും റെഫറൻസ് ലൈനിന്റെ മുകളിൽ ഓരോ ലിക്വിഡ്സേ ഉള്ളൂ. P plus ρ1 g h1 is equal to ρ2 g h2. രണ്ട് ലിക്വിഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രണ്ട് ലിക്വിഡിന്റെയും ഡിഫറെന്റ് ഡെൻസിറ്റീസും എടുക്കണം, അതിന്റെ കറസ്പോണ്ടിങ് ഡെപ്തും എടുക്കണം. ഓക്കെ, P is equal to ρ2 g h2 minus ρ1 g h1. വളരെ ഈസി ആയിട്ട് പോയിന്റ് ബിയിലെ പ്രഷർ കിട്ടി. ഇനി വാക്യൂം പ്രഷർ ആണെങ്കിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വാക്യൂം പ്രഷർ ആണെങ്കിൽ പോയിന്റ് ബിയിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കുറവാണ്. അപ്പം അറ്റ്മോസ്ഫിയർ റൈറ്റ് ലിംബിലെ മെർക്കുറിയെ താഴേക്ക് തള്ളും. ഇവിടെ പോയിന്റ് ബിയിലെ ലിക്വിഡ് മുകളിലേക്ക് പോകും, മെർക്കുറിയും മുകളിലേക്ക് പോകും. അപ്പൊ റൈറ്റ് ലിംബിലെ ടോപ്പ് ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റെഫറൻസ് ലൈൻ വരയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ പ്രഷറും ലെഫ്റ്റ് സൈഡിലെ പ്രഷറും ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ റൈറ്റ് സൈഡിൽ പോയിന്റ് എയുടെ മുകളിൽ എന്തെങ്കിലും പ്രഷർ ഉണ്ടോ? ഇല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് റെഫറൻസ് എടുക്കുന്നത്. അപ്പൊ റൈറ്റ് സൈഡിലെ പ്രഷർ എന്താണ്?
സീറോ ആണ്, സീറോ ആണ് അല്ലേ? ഇനി ലെഫ്റ്റ് സൈഡിലെ പ്രഷർ എന്താണ്? പോയിന്റ് ബിയിലെ പ്രഷർ പ്ലസ് ഈ പോയിന്റ് ബിയിലെ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അത് എത്രയുണ്ട്? H1 അല്ലെ? ρ1G H1. പിന്നെ അത് മാത്രമേ ഉള്ളൂ? അല്ല, നമ്മുടെ റെഫറൻസ് പോയിന്റ് ഏതാ? ഇവിടെയാണ്. ഇതിന് മുകളിൽ രണ്ട് ലിക്വിഡ്സ് ഉണ്ട്, പിന്നെ പോയിന്റ് ബിയും ഉണ്ട്. രണ്ട് ലിക്വിഡ്സിൽ ഒരു ലിക്വിഡിന്റെ നമ്മൾ എഴുതി ρ1G1H1, മറ്റേ ലിക്വിഡിന്റെ ρ2GH2. അപ്പൊ പ്രഷർ ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, ഹൈറ്റ്, ലിക്വിഡിന്റെ ഹൈറ്റ്, ഡെൻസിറ്റിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ P is equal to minus ρ2GH2 plus ρ1GH1. നമുക്കിവിടെ നെഗറ്റീവ് വാല്യൂ കിട്ടിയതിന്റെ കാരണം എന്ന് വെച്ചാൽ പോയിന്റ് ബിയിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടി കുറവാണ്, അതായത് വാക്യൂം പ്രഷർ ആണ്. അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി സിംഗിൾ കോളം മാനോമീറ്റർ നോക്കാം. സിംഗിൾ കോളം മാനോമീറ്റർ ഇസ് എ മോഡിഫൈഡ് ഫോം ഓഫ് യൂട്യൂബ് മാനോമീറ്റർ. ഓക്കെ, യൂട്യൂബ് മാനോമീറ്ററിന്റെ തന്നെ ഒരു വേരിയേഷൻ ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ടാങ്ക് പോലെ അല്ലെങ്കിൽ ചെറിയൊരു റിസർവോയർ പോലെ ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു കണ്ടെയ്നർ പോലെ. ഓക്കെ, ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ നോക്കുക. ഇവിടെ ഈ ട്യൂബിന്റെ ക്രോസ് സെക്ഷനെക്കാട്ടിലും വളരെ വലിയ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു റിസർവോയർ ഉണ്ട്. റിസർവോയർ എന്ന് വെച്ചാൽ ഒരു കണ്ടെയ്നർ എന്നേ അർത്ഥമുള്ള ഒരു പാത്രം എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ ട്യൂബിന്റെ ക്രോസ് സെക്ഷൻ ഏരിയക്കാട്ടി വളരെ വലുതായിരിക്കും റിസർവോയറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. ഓക്കെ, ഇവിടെയും ഒരു പോയിന്റ് എ ഉണ്ട്. പോയിന്റ് എയിലെ പ്രഷറാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. പിന്നെ ഒരു യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട്, പക്ഷെ അതിനകത്ത് ഒരു റിസർവോയർ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട്, വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്ററും ഉണ്ട്, ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററും ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്ത് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഓക്കെ, അപ്പൊ നമ്മള് മാനോമീറ്റർ നമുക്ക് പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റ് എയിലോട്ട് കണക്ട് ചെയ്തു. അപ്പൊ ആദ്യം ഈ റിസർവോയറിലെ മെർക്കുറിയുടെ ലെവൽ എന്ന് പറഞ്ഞാൽ XX-ലായിരുന്നു. ഓക്കെ, നമ്മള് പോയിന്റ് എയിലോട്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ, സിംഗിൾ കോളം മാനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെർട്ടിക്കൽ കോളം മാനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ എയിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടി കൂടുതലാണ്. അപ്പൊ ഇവിടെ മെർക്കുറിയുടെ ലെവൽ കുറച്ച് താഴോട്ട് പോകും, ഇവിടെ മെർക്കുറിയുടെ ലെവൽ കുറച്ച് മുകളിലോട്ട് വരും. അപ്പൊ ഇവിടെ താഴോട്ട് ലെവൽ വരുന്നത് കൊണ്ട് മെർക്കുറിയുടെ ലെവൽ ആദ്യം എവിടെയായിരുന്നു? XX-ലായിരുന്നു അല്ലേ? ഇപ്പൊ അത് YYയിലോട്ട് താഴ്ന്നു. ഓക്കെ, പക്ഷെ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും, കാരണം റിസർവോയർ വളരെ വലുതായതുകൊണ്ട് ആ ഫോൾ ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഫോൾ ഓഫ് ലിക്വിഡ് ഇൻ റിസർവോയർ അത് വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ അതിനെ ΔH എന്ന് വിളിക്കുന്നു. പിന്നെ H2 എന്ന് പറഞ്ഞാൽ റൈസ് ഓഫ് ഹെവി ലിക്വിഡ് ഇൻ റൈറ്റ് ലിംബ്. റൈറ്റ് ലിംബിൽ ട്യൂബ് മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് അവിടെ കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും. പിന്നെ H1 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് സെന്റർ ഓഫ് പൈപ്പ് എബവ് XX. PA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രഷർ അറ്റ് എ വിച്ച് ഇസ് ടു ബി മെഷേർഡ്. ഓക്കെ, നമുക്ക് നോക്കാം. XX-ൽ നിന്ന് ആദ്യത്തെ ലെവലാണ് XX. അപ്പൊ അവിടുന്ന് A വരെയുള്ള ഡിസ്റ്റൻസ് ആണ് H1. ഈ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടായി, അതാണ് ΔH. മെർക്കുറിയുടെ ലെവൽ കുറച്ച് താഴ്ന്നു നമ്മൾ മാനോമീറ്റർ പോയിന്റ് എയിൽ കണക്ട് ചെയ്തപ്പോൾ, അതാണ് ΔH. പിന്നെ H2 എന്ന് പറഞ്ഞാൽ റൈറ്റ് ലിംബിലെ മെർക്കുറിയുടെ റൈസ് ആണ് H2. അത് ആദ്യമേ എന്താണ് പറയുന്നത്, X-ലായിരുന്നു, അത് H2 വരെ റൈസ് ചെയ്തു. ഓക്കെ, ഇനി ക്വാണ്ടിറ്റീസ്. A is the cross sectional area of the reservoir, small a is the cross sectional area of the limb, S1 is the specific gravity of the liquid in the pipe അതേതാണ് A. S2 is the heavy liquid in the reservoir and the right limb. Heavy liquid ഏതാണ്? ഇതാണ്, അത് മെർക്കുറി ആവും most probably. Okay, ρ1 is the density of the liquid in A and ρ2 is the density of mercury or other heavy liquids. Okay, ഇനി ലെഫ്റ്റ് സൈഡില് ഒരു ചെറിയ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായി, റൈറ്റ് സൈഡിലും ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായി. അപ്പൊ ആ വോളിയം നമ്മൾ ഈക്വലൈസ് ചെയ്യുവാണ് ഇവിടെ. fall of the heavy liquid in the reservoir causes the rise of heavy liquid in the right limb. ഈ ലെഫ്റ്റ് ലിംബിലെ റിസർവോയറിൽ മെർക്കുറി കുറച്ച് താഴെ പോയപ്പോൾ റൈറ്റ് സൈഡിലെ മെർക്കുറിയുടെ ലെവല്
വളരെയധികം കൂടി. അപ്പോൾ നമുക്ക് ആ വോളിയം പക്ഷേ സെയിം ആയിരിക്കും അല്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡെപ്ത് ഓർ ഹൈറ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഏരിയ ഇൻറ്റു ഡെപ്ത് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ഏരിയ ഇൻറ്റു ഡെപ്ത്. ഇവിടെ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു സ്മോൾ എ ഇൻറ്റു H2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എ. ഈ റിലേഷൻ അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ റെഫറൻസ് നോക്കാം. y ആണ് നമ്മുടെ റെഫറൻസ്. y. ഓക്കെ, അപ്പൊ y-യിലെ പ്രഷർ രണ്ട് ലിംബിലെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ റൈറ്റ് ലിംബിലെ പ്രഷർ ആണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം റൈറ്റ് ലിംബിൽ ഒറ്റ ലിക്വിഡേ ഉള്ളൂ, മെർക്കുറി മാത്രമേ ഉള്ളൂ. ρ2 ഇൻറ്റു ജി ഇൻറ്റു H2 പ്ലസ് ഡെൽറ്റ എച്ച് രണ്ടും നമ്മൾ എഴുതണം. കാരണം H2 എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് XXC എന്നാണ്. ഓക്കെ, അപ്പൊ റൈറ്റ് ലിംബിലെ പ്രഷർ നമ്മൾ എഴുതി ρ2 ജി ഇൻറ്റു H2 പ്ലസ് ഡെൽറ്റ എച്ച്. ഇനി ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എവിടെയാണ്? ഇവിടെ നിന്ന് y എന്ന് അല്ലേ? y. അപ്പം അവിടെ എത്ര ലിക്വിഡ്സ് ഉണ്ട്? രണ്ട് ലിക്വിഡ്സ് ഉണ്ട്, പോയിന്റ് എയും ഉണ്ട്. അപ്പൊ പോയിന്റ് എയിലെ പ്രഷർ PA പ്ലസ് രണ്ട് ലിക്വിഡ്സ് ഇല്ല, ഒരു ലിക്വിഡേ ഉള്ളൂ, ρ1 ഇൻറ്റു ജി. പക്ഷെ ഹൈറ്റ് H1 പ്ലസ് ഡെൽറ്റ എച്ച്, രണ്ട് ഹൈറ്റ് ഉണ്ട്. കാരണം H1 മെഷർ ചെയ്തിരിക്കുന്നത് എക്സിൽ നിന്നാണ്. അപ്പൊ H1 പ്ലസ് ഡെൽറ്റ എച്ച്. ഇനി ഈ രണ്ട് പ്രഷറും നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. രണ്ട് പ്രഷർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം ഇടയ്ക്ക് വെച്ച് നമ്മൾ ഈ ഫോർമുലയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു H2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എ. അപ്പൊ ഫൈനലി നമുക്ക് PA ഇസ് ഈക്വൽ ടു എ ഇൻറ്റു H2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എ ഇൻറ്റു ρ2 ജി മൈനസ് ρ1 ജി പ്ലസ് H2 ρ2 ജി മൈനസ് H1 ρ1 ജി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പലപ്പോഴും നമുക്ക് ഈ റിസർവോയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ട്യൂബിന്റെ ഏരിയയെക്കാട്ടി വളരെ വലുതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ സ്മോൾ എ ബൈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന റേഷ്യോ വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ടേം പലപ്പോഴും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അഥവാ സ്മോൾ എ ബൈ ക്യാപിറ്റൽ എയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഓക്കെ, സ്മോൾ എ ബൈ ക്യാപിറ്റൽ എയുടെ വാല്യൂ അറിയാമെങ്കിൽ അത് ആ ടേം വരും, ഇല്ലെങ്കിൽ ആ ടേം മാറ്റിയതിനു ശേഷം രണ്ട് ടേം മാത്രമുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രഷർ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ ആണെങ്കിൽ അവിടെ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മുടെ റൈറ്റ് ലിംബ് ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിലായിരിക്കും. അപ്പൊ ആ ഇൻക്ലിനേഷന്റെ ആംഗിൾ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, തീറ്റ. ബാക്കിയെല്ലാം സെയിം ആണ്, H1 H2 ഡെൽറ്റ എച്ച് അതെല്ലാം സെയിം ആണ്. പക്ഷെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുമ്പോൾ ആ ലിംബ് ഇൻക്ലൈൻഡ് ആയിരിക്കും. ആ ഇൻക്ലിനേഷന്റെ ആംഗിൾ തന്നിട്ടുണ്ട് തീറ്റ. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലെ പ്രഷറിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു ടേം കൂടെ അഡീഷണൽ വരും. ഓക്കെ, PA is equal to sin theta into ρ2 g minus H1 ρ1 g എന്ന് വരും. റൈറ്റ് ലിംബിലെ സൈൻ തീറ്റ എന്ന് പറയുന്ന ടേം കൂടെ അഡീഷണൽ ആയിട്ട് വരും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്.